തിരുവനന്തപുരത്ത് വലിയൊരു വിജയം ജനങ്ങൾ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം 45 ദിവസത്തിനുണ്ടാവും. 27ാമത്തെ ദിവസം തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു സൽഭരണം എങ്ങനെയായിരിക്കണം ഒരു നല്ല ഭരണം നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ആയിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വികസനം എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 5 കൊല്ലം നമ്മളൊരു ദുർഭരണമാണ് ഇവിടെ കണ്ടത്. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു കോർപ്പറേഷൻ ഭരണകൂടമായിരുന്നു. ഇത്തവണ എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്ന, ജനങ്ങൾക്ക് വികസനവും സമാധാനവും അതുപോലെ പുരോഗതിയും വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു നല്ല ഭരണം ഉണ്ടാവും. അതിന് കേന്ദ്രത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട്. കേരളത്തിലെ സർക്കാർ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിച്ചാലും കേന്ദ്രത്തിൻ്റെ പിന്തുണ അക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നിരവധി പദ്ധതികൾ ഇനിയും തിരുവനന്തപുരത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഓൾറെഡി ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് ഭരണം കിട്ടിയതോടുകൂടി കേരളത്തിൽ BJP ഭരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്, മുന്നണിയാണെന്നുള്ള നില വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനം സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അല്ല, അങ്ങനെയല്ല. ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ സഹായം എന്നുള്ളതാണ്. അല്ലാതെ കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഇവിടുത്തെ ഭരണസമിതി തന്നെയാണ്. അതിന് അവർ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഭരണഘടനയ്ക്കകത്തു നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു തരണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള പ്രയോജനമുണ്ട്. അല്ല, അതല്ല, തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബ്രോഡ് എസ്പെക്റ്റിൽ കാര്യങ്ങളായിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ, അത് ഏറ്റവും മൈക്രോ ലെവലിൽ അത് എവിടെയൊക്കെ എങ്ങനെ എന്തൊക്കെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി നല്ല ഗൃഹപാഠം ആവശ്യമുണ്ട്. അതാണ് മേയർ പറഞ്ഞത്. തീർച്ചയായിട്ടും കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വികസനം ആഗ്രഹിക്കുന്നവരെല്ലാം ഒരു മോദി മോഡൽ സർക്കാർ വേണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞങ്ങളെ പിന്തുണച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ 2020 ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ധാരാളം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. രണ്ട് കൂട്ടരും കുറ്റവാളികളാണല്ലോ. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ സ്വർണം കട്ടവരാരപ്പ, സ്വർണം വിറ്റതാരപ്പ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയാൻ സമ്മതിക്കാൻ തുടങ്ങിയല്ലോ. കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള LDFൻ്റെ സർക്കാരും ദേവസ്വം ബോർഡും ആസൂത്രിതമായി കൊള്ള നടത്തിയത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. ഇതിൻ്റെ വിൽപ്പനയ്ക്ക്, ഈ പൈതൃക സ്വത്തുക്കൾ വിൽക്കാൻ, പുരാവസ്തുക്കൾ വിൽക്കാൻ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് അവിടെ ഇറ്റലിയിലുള്ള സ്ഥാപനത്തിൽ വിൽക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം എടുത്തത് കോൺഗ്രസ്സാണ്. മാർക്കറ്റ് കണ്ടെത്തിയത് കോൺഗ്രസ്സാണ്. അതാണ് ഞങ്ങളുടെ ആരോപണം. 2020 വന്ന പോലെ കൂടുതൽ കക്ഷികൾ വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് അനുകൂലമായിട്ടുള്ള വളരെ നല്ല സാഹചര്യമാണ്. അതുകൊണ്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.